യേശുവിനെ യാത്ര ചെയ്ത് കുതിരപ്പുറത്ത് വരിക. കുതിരപ്പുറത്ത് മാത്രമേ പുള്ളി ഇരിക്കൂ. കുതിരപ്പുറത്ത് വന്നപ്പോഴത്തേന് ഭയങ്കര ഒരു ആൾക്കൂട്ടം കരച്ചിലും കണ്ടു. ഭയങ്കര ആൾക്കൂട്ടം കരച്ചിൽ. ഉടനെ ഈ ബഹളം കേട്ടോട്ട് യേശുവിനാണ് അവിടെ തിരിഞ്ഞു നിന്നപ്പോഴത്തേന് ഒരു വലിയ സർപ്പം ഒരു സ്വർഗത്തിലിരിക്കുകയാണ്. ആർക്കും വെള്ളം കുടിക്കാനില്ല. ഇത് ആഴ്ച 2 പ്രാവശ്യം ഒന്ന് പിന്നെ ആട്ടിറച്ചി 4 ആടിനെ 4 പേരെയായിട്ട് ചോറ് കൊണ്ടുവെക്കും. അപ്പോൾ ഇത് തിന്നാനായിട്ട് ഇറങ്ങുമ്പോഴത്തേന് എല്ലാവരും വെള്ളം ശേഖരിക്കും. അവിടെയുള്ള വെള്ളം ആ സ്വർഗത്തിൽ നിന്നാണ് എല്ലായിടത്തും വെള്ളം കാണും. അത് ശേഖരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് പിന്നെ ഇവൻ തിന്നു കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേന് വെള്ളം പിടിച്ചെടുക്കും. പിന്നെ 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് വെള്ളമില്ല. അന്നേരം ഇതുപോലെ കൊണ്ടു കൊടുക്കും. അങ്ങനെ ഇരുന്നപ്പോഴത്തേന് ഗീവരസന്യാളിനെ ഇങ്ങനെ പട്ടാളത്തിൽ തിരിച്ച് വരികയാണ്. വീട്ടിലേക്ക് വരിക മാതാപിതാക്കൾ കാണാൻ വേണ്ടി. വരുമ്പോഴത്തേന് ഗീവരസന്യാൾ ചോദിച്ചു തന്നെ ഒരു സംഭവം എന്നാന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് എൻ്റെ ഭാര അന്നൊക്കെ ആൺകുട്ടികളെ ഭാരാന്നവിടെ എൻ്റെ ഭാര ഇവിടെ ഒരു സർപ്പം വന്നിട്ടുണ്ട്. ഞങ്ങൾ വെള്ളം മുട്ടി, ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനില്ല. അതുകൊണ്ട് അപ്പം ഇവൻ ഇറങ്ങി വരുമ്പോഴല്ലോ 4 പേരെയായിട്ട് ഗോതമ്പും പിന്നെ ഒരു പെൺകുട്ടിയെ കൊടുക്കണം അവന്. 4 പേരെയായിട്ട് ഗോതമ്പും 4 ആട്ടമുണ്ടൻ്റെ ഇറച്ചി ഇത് മുഴുവൻ തിന്ന് കഴിയുമ്പോൾ പിന്നെ നിൽക്കുമ്പോഴത്തേന് പിന്നെ ഒരു പെൺകുട്ടിയെ അവന് കൊടുക്കണം. അതുകൊണ്ടേ പോവുള്ളൂ. അങ്ങനെ ആയി കുറിയിടും. മക്കളെ കിട്ടുന്നെന്നുള്ള കുറി ഇട്ടിട്ട് ഇവരെ എടുക്കും. അപ്പോഴത്തേന് ലോകം മുഴുവൻ കുഞ്ഞിനെ കൊണ്ട് സർപ്പം രോഗവും തള്ളമാരെല്ലാം വലിയോയി കരച്ചില്ല. അങ്ങനെ ഒരു ദിവസം കുറി ഇട്ടപ്പോൾ ഉണ്ടല്ലോ, രാജാവിന് ഒരു ഒറ്റ മോളേ ഉള്ളൂ, അമ്മയില്ല. എന്നാൽ രാജാവിൻ്റെ കുഞ്ഞിനാണ് കിട്ടിയിരിക്കുന്നത്. രാജാവ് ഭയങ്കര കണ്ണീരിലായി ആയിക്കഴിയുമ്പോഴത്തേന് എല്ലാവരെയും വിളിച്ചു. പ്രജകളെ മുഴുവൻ വിളിച്ചു. കുഞ്ഞിനെ സർപ്പത്തിൽ കൊടുക്കാൻ വേണ്ടി പോകില്ലേ. എല്ലാവരും വിട്ട് കരഞ്ഞു. കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് സുന്യാളൻ പട്ടാളത്തിൽ തിരിച്ച് വരുന്ന സമയത്താണ്. അപ്പം ചോദിച്ചത് എന്താ ഇവിടെ ആൾക്കൂട്ടം കരച്ചിൽ വന്ന് ചോദിച്ചു. അതെന്നിട്ട് പാടാ ഇങ്ങനെ എങ്ങനെ ഇരിക്കുന്ന. അതുകൊണ്ട് ആ രാജാവിൻ്റെ പുത്രിയായിരുന്നു കൊടുക്കട്ടെ. അതിന് രാജാവും കൊട്ടാരത്തും പ്രജകളെല്ലാം കൂടി അവിടെ വിഷമം കരച്ചിലാന്ന് പറഞ്ഞു. പുള്ളിയുടെ കുതിരപ്പുറത്ത് തന്നെ എത്തി. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ രാജാവും കുഞ്ഞിനെയും കൊണ്ടിവിടെ കുഞ്ഞിനെ അവിടെ കൊണ്ട് നിർത്തി. എല്ലാവരും പ്രാർത്ഥനയാണ്. കുഞ്ഞിനെ അവിടെ നിർത്തി. ഉടനെ ഇവനെ തീറ്റ കൊടുത്തു ഇങ്ങനെ ഇവൻ എല്ലാം മെഴുകിക്കൊണ്ടിരിക്കുക. ഇവൻ തന്നെയാണ് ഇങ്ങനെ അവൻ്റെ വെച്ചപ്പുറത്ത് വന്ന് പിന്നെ ഈ വാവടിച്ചപ്പോഴത്തല്ലോ വാവടിച്ചിട്ട് തിന്നപ്പോഴത്തുള്ള ഒറ്റ കുത്തു വെച്ച് കൊടുത്തു. അവൻ്റെ വളർന്നു പോയി, ചത്തു, പാമ്പി ചത്തു. അപ്പോഴത്തേന് എല്ലാവരും കരഞ്ഞുകൊണ്ടിരുന്നല്ല പിന്നെ സന്തോഷിച്ചു. രാജാവേ ഇതാ ഒരു പാമ്പിനെ കൊന്നിരിക്കുന്നു എന്ന് വിളിച്ചു. അപ്പോൾ ആരാണ് ഇത്ര നല്ല ബാലൻ, ആരാണ് കൊന്നിരിക്കുന്നത് ചോദിച്ചാൽ അല്ലാൻ പറഞ്ഞാൽ ആ ബാലനാണ് പറഞ്ഞു. ഉടനെ ഇവിടെ പുണ്യാൻ്റെ അടുത്തു പള്ളിയിൽ പോയിട്ട് കർത്താവിൻ്റെ കുരിശുരുവ് എടുത്ത് അവനെ ആദ്യം മീനി കാണിച്ചു. പുള്ളിയുടെ കൈ സ്വർണ്ണത്തിൻ്റെ കുരിശുരുവ് ഉണ്ടായിരുന്നു. അതെടുത്ത് ഈ സർപ്പത്തെ കാണിച്ചപ്പോൾ അവൻ്റെ കണ്ണ് മിഞ്ചപ്പോഴൊരു ഒറ്റ കുത്തും വെച്ച് കൊടുത്തു. ബാവിളിറങ്ങി. കുരിശുരുവം കണ്ടപ്പോൾ അവൻ്റെ കണ്ണ് മിഞ്ചി ഒറ്റ കുത്തു വെച്ച് കൊടുത്തു. ബാവിളിറങ്ങി പോയി. ഉടനെ അവൻ ചത്തു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അറിയിച്ചു. അപ്പോഴത്തേനും മഹാരാജാവ് സന്തോഷവും ദുഃഖവും എല്ലാം കൊണ്ടും ആ ബാലനെ ഇവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഉടനെ ദിവസം ഞാൻ കുതിരപ്പുറത്ത് അവിടെ എത്തി. അവിടെ എത്തുമ്പോഴത്തേന് പറഞ്ഞു, എൻ്റെ വീരബാലക, നിന്നെയാണ് ഈ ലോകത്തിന് ആവശ്യം. എനിക്ക് രാജ്യത്തിന് നിന്നെ വേണം. നീ ഇന്നും പോകാൻ പറ്റുകയില്ല. നീ ഇവിടെ എനിക്ക് വേണ്ട. ഈ രാജകൊട്ടാരവും ഈ പ്രജകളും ഈ രാജ്യം മുഴുവൻ നിനക്ക് എത്തിക്കുന്നു. നീ പോരുത് പറഞ്ഞു. അപ്പോഴത്തെ പുത്രിയുണ്ട്. ഉടനെ രാജാവ് പറഞ്ഞു, അവനെ ഞാൻ പറഞ്ഞു, മഹാരാജ അവിടുത്തെ ഇതൊക്കെ എനിക്ക് വളരെ സന്തോഷമായി. അവിടുത്തെ വാക്കൊക്കെ എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ എനിക്ക് ഇങ്ങനെ വിവാഹവും കല്യാണവും രാജ്യവും ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് വേറെ ഇതുപോലുള്ള ജോലികളുണ്ടെന്നും തന്നെ
പുണ്യാളന് അവിടുന്ന് കുതിരപ്പുറത്തൊന്നും ഇറങ്ങിയിട്ടിറങ്ങി. രാജകുമാരിയും പുറകെ കയറി. രാജകുമാരിയും ഗൗരിസുന്നാളുടെ കൂടെ പോയി. ഗൗരിസുന്നാളുടെ കൂടെ പോയി ഗൗരിസുന്നാളൻ ഈ രാജകുമാരിയും കൂടെ പോയി. അവരോരോരുത്തർക്കും പോയി ഒരുപാട് ഇങ്ങനെയുള്ള ശത്രുക്കൾ എന്ന് പോയി. ചത്ത പാമ്പിനെ അവർ യേശുബി കൊണ്ട് കുഴി കുത്തി അതിനകത്തിട്ട് അവനെ താത്ത് കുടിച്ചിട്ട് മൂടി